സൗദിയിൽ സൂപ്പർ മാർക്കറ്റ് നടത്തിയിരുന്ന മലപ്പുറം കോട്ടക്കൽ സ്വദേശി എൻ മുഹമ്മദ് കുട്ടി 2013 ഡ്രൈ ഫ്രൂട്ട്സിന്റെ ബിസിനസ് സാധ്യതകൾ തിരിച്ചറിയുന്നത്. സൗദിയിലെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വ്യാപാരം മികച്ച രീതിയിൽ മുന്നേറിയതോടെ അജ്ഫാൻ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന പേരിൽ കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ ശാഖയ്ക്ക് തുടക്കമിട്ടു. ഈത്തപ്പഴമാണ് അജ്ഫാനിലെ പ്രധാന ഉൽപ്പന്നം. സൗദി അറേബ്യയിൽ മുഹമ്മദ് കുട്ടി പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കൃഷി ചെയ്യുന്ന തോട്ടത്തിൽ നിന്നും വിളവെടുക്കുന്ന ഈത്തപ്പഴമാണ് ഇവിടെ എത്തിക്കുന്നത്. 40 ഇനം ഈത്തപ്പഴമാണ് അജ്ഫാനിൽ വിൽക്കുന്നത്. ഇത് ഞാൻ 35 വർഷമായിട്ട് സൗദി അറേബ്യയിലാണ്. ദമാമ്, ജുബൈൽ, അൽഖോബർ ഇങ്ങനെ. ഒരു 6 വർഷം മുമ്പ് സൂപ്പർ മാർക്കറ്റ് ഫീൽഡിൽ നിന്ന് ഈ ഫീൽഡിലേക്ക് മാറി. സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെയാണ് നമ്മൾക്ക് ഈത്തപ്പഴം ഇങ്ങനെ ഒരു ഷോറൂം ഇന്ത്യയിൽ തുറക്കാമെന്ന് ഉദ്ദേശിച്ചത്. എല്ലാ ബ്രാഞ്ചുകളും ഒരേപോലെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെ, ഈ ഗ്ലാസിൻ്റെ ഒരു ഈ ഡിസൈൻ ഞങ്ങളെ ദമ്മാമിൽ നമ്മളെ ഷോറൂമിനൊക്കെ ഇങ്ങനെയാണ് ഈ പാറ്റേൺ. അതിങ്ങോട്ട് നമ്മൾ കൊണ്ടുവന്നത്. ഞാനാണ് ആദ്യമായിട്ട് ഈ ഷോറൂം ഈ പാറ്റേണിൽ ഇന്ത്യയിൽ തുറന്നത്. ഒരു 200 ഏക്കർ സ്ഥലം നമ്മൾ പാട്ടത്തിന് എടുത്തിട്ടുണ്ട് സൗദിയിൽ. മദീനത്ത് നിന്ന് പോയിട്ട് അൽഉല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ കസീമിൽ, റിയാദിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു 200 ഏക്കർ സ്ഥലം നമ്മൾ പാട്ടെടുത്തിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾ അവിടെ നിന്ന് സൗദി അറേബ്യയിൽ തോട്ടങ്ങളിൽ നമ്മൾ സ്വന്തമാണ് ഈ ചാണം, വെള്ളം മാത്രം കൊടുത്തിട്ടാണ് ഈ ഈത്തപ്പഴം കൃഷി ചെയ്യുന്നത്. ആ പഴം നമ്മൾ പറിച്ചിട്ട് അന്നൊക്കെ പറിക്കുന്ന പഴം തന്നെ ചില്ലറിൽ കയറ്റി റീഫറിലാണ് നമ്മൾ ഈ പഴങ്ങൾ ഫുള്ള് കൊണ്ടുവരുന്നത്. മരുന്നോ ഒന്നും നമ്മൾ അടിക്കുന്നില്ല. അങ്ങനെ നമ്മൾ കഞ്ചിക്കോട് വലിയ കോൾഡ് സ്റ്റോറിൽ ഇത് സ്റ്റോർ ചെയ്തിട്ട് അവിടുന്ന് മലപ്പുറം കൊണ്ടുവന്നിട്ട് അവിടുന്ന് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മളെല്ലാ ഷോറൂമിലേക്കും ഈത്തപ്പഴങ്ങൾ അയക്കുന്നത്. അജ്ഫാന്റെ ഔട്ട്ലെറ്റുകളിലൂടെ മാത്രം ഒരു വർഷം 350 ടൺ ഈത്തപ്പഴം വിൽക്കുന്നുണ്ട്. ഈത്തപ്പഴം മാത്രമല്ല അജ്ഫാനിൽ വിൽക്കുന്നത്. സംസ്കരിച്ച പഴങ്ങൾക്ക് എത്രത്തോളം സാധ്യതകളുണ്ടെന്ന് അജ്ഫാനിൽ കാണാനാകും. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പഴങ്ങൾ ഇവിടെ സംസ്കരിച്ച് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. 300ഓളം ഇനം പഴവർഗ്ഗങ്ങൾ ഇവിടെയുണ്ട്. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, അമേരിക്ക, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലെ പഴങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഈത്തപ്പഴങ്ങളായിട്ട് ഞങ്ങളെടുത്ത് 40 വെറൈറ്റി പഴം ഇപ്പോൾ ഉണ്ട് സ്റ്റോക്ക്. ഫുള്ള് സൗദിൻ്റെ പഴങ്ങളാണ്. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വരുന്നത് തായ്ലൻഡിൽ നിന്ന് വരുന്നുണ്ട്, പിന്നെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. പിന്നെ ഇവിടെ ബോംബെയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നമ്മൾ മേടിക്കുന്നുണ്ട്. ആന്ധ്ര, ഹൈദരാബാദിലുണ്ട്, ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, ബോംബെയിലുണ്ട്, മാംഗ്ലൂരുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ടോട്ടൽ 23 ഔട്ട്ലെറ്റ് ഉണ്ട്. ഒരു 10 ഒരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ ഓപ്പണാണ്. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ലോകത്തെ 2ാമത്തെ വൻ ശക്തിയാണ് ഇന്ത്യ. മാമ്പഴം, പപ്പായ, വാഴപ്പഴം എന്നിവയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപ്പാദകരാണ് നാം. അതേസമയം സംസ്കരിച്ച പഴങ്ങളുടെയും പാനീയങ്ങളുടെയും കാര്യത്തിൽ ഇന്ത്യ വളരെ പിന്നിലാണ്. അജ്ഫാനിലെ ആവശ്യത്തിനുള്ള മിക്ക പഴങ്ങളും ഇറക്കുമതി ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ പഴങ്ങളെങ്കിലും ഇവിടെ സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ മുഹമ്മദ് കുട്ടി ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രോഡക്റ്റുകൾ നിറയെ ഇറക്കുന്നുണ്ട് സ്വന്തമായിട്ട്. സ്വന്തമായിട്ടാണ് ഞങ്ങൾ ഈ ഡേറ്റ്സ് സിറപ്പ് ഞങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ജാമുകൾ, ഡേറ്റ്സ് വിത്ത് എല്ലാ ഫ്രൂട്ടുകളും ചേർന്ന ജാമുകൾ ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ ഇറക്കുന്നുണ്ട്. ബാംഗ്ലൂരാണ്. ശരാശരി ഇവിടെ ഒരു വർഷത്തിൽ നമ്മളെ സ്വന്തം ഷോറൂമിൽ ഒരു 300 ടണ്ണ് പോകുന്നുണ്ട്. 300-350 ടണ്ണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ 35% മതിയായ സൗകര്യങ്ങളുടെ അഭാവത്തിൽ നശിച്ചു പോകുന്നതായിട്ടാണ് കണക്കുകൾ നൽകുന്ന സൂചന. സംസ്കരണത്തിലൂടെ പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവയ്ക്ക് വൻ മൂല്യവർധന വരുത്താനും അതുവഴി ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ഇവിടെ അവസരങ്ങളുണ്ട്. ഉണക്കിയ പഴങ്ങൾ ആരോഗ്യത്തിന് മികച്ചതാണെന്ന കണ്ടെത്തലുകൾ
കൂടുതൽ പേർ ഇത് ഭക്ഷണത്തിന്റെ ഭാഗമാക്കാൻ കാരണമായിട്ടുണ്ട്. കൂടുതൽ ശാഖകൾ തുറക്കാനും പ്രവർത്തനം വിപുലീകരിക്കാനും അജ്ഫാനെ പ്രേരിപ്പിക്കുന്നതും ഇതുതന്നെയാണ്.